കല്യാണം 2018 19 18. എനിക്ക് നിങ്ങളോടൊരു സജഷൻ ഉണ്ട്. ഈ പുറത്തു നിന്നുള്ള ഭംഗി കണ്ടുകൊണ്ട് ഡിസിഷൻ എടുക്കരുത്. അങ്ങനെ അബദ്ധം പറ്റിയ ഒരാളാണ് എൻ്റെ ഭാര്യ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം 2018 ഉറപ്പിച്ച് ജനുവരി മാസത്തോടെ ഉറപ്പിക്കുന്നത്. കല്യാണം ഉറപ്പിച്ച് ആ ജനുവരി മാസമാണ് ഞാൻ UK പോകുന്നത്. ഫെബ്രുവരി മാസം ഞാൻ ദോഹയ്ക്ക് പോകുന്നു ക്ലാസ് എടുക്കാൻ. അപ്പം നിധിയുടെ അമ്മ ബന്ധുക്കളെല്ലാം പറഞ്ഞു, എടി നിന്റെ ഭാഗ്യമാടി, കല്യാണം കഴിഞ്ഞാൽ ആ മനുഷ്യനോടൊപ്പം വിദേശ രാജ്യങ്ങൾ മുഴുവൻ കയറി നടക്കാം. ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്. കാരണം കല്യാണം ഉറപ്പിച്ച് ആ 2 മാസം 2 രാജ്യങ്ങളിൽ പോയി. ആ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നീട് ഒരു രാജ്യത്ത് പോലും പോയിട്ടില്ല. ആകപ്പാടെ പോയത് കഴിഞ്ഞ വർഷം ഞാൻ തായ്ലൻഡില്ല. അന്ന് ഫാമിലിയായിട്ട് പോകാമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് കിട്ടിയില്ല, അതിന് വരാനും പറ്റിയില്ല. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർ ഈ പുള്ളിയുടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ പ്രോഗ്രാമിന് പോകാമെന്ന് വിചാരിച്ചു, അതിനുശേഷം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ അബദ്ധം പറ്റിയ വേറൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വിഘ്നേഷ്. ഈ വിഘ്നേഷ് സിനിമ ഭ്രാന്തനാണ്. ഈ സിനിമ ഓൾമോസ്റ്റ് എല്ലാ സിനിമയും കണ്ട് നല്ലോണം വിലയിരുത്തും, ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ വിഘ്നേഷ് എന്നെ ഫോളോ ചെയ്യാൻ എൻ്റെ ഒപ്പം കൂടാനുള്ള കാരണം എന്താണെന്നറിയോ? എൻ്റെ പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾ എടുത്ത് നോക്കണം. ഞാൻ സിനിമ ഡയലോഗ് വെച്ചുള്ള ഇതുണ്ട്, റോക്കി ഭായ് ഒക്കെ വെച്ചിട്ട് ഐ വാണ്ട് ദിസ് സ്റ്റാർ, ഐ വാണ്ട് ദിസ് സ്റ്റാർ, ഇതൊക്കെ വെച്ച് റോക്കി ഭായ്, ബാഹുബലി, ഇമാതിരി സാധനം എല്ലാം എടുത്ത് ട്രെയിനിങ് ചെയ്യും. അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് നടപ്പുണ്ട്. അപ്പോൾ വിഘ്നേഷ് വിചാരിച്ച് ഞാൻ എല്ലാ സിനിമയും ടച്ചിന് പോയിരുന്ന് കാണുന്ന ആളാണ്. അപ്പോൾ എന്നോടൊപ്പം കൂടിയാൽ ട്രെയിനിങ്ങും കൂടാം, സിനിമയും കാണാം, അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ആടുജീവിതം സിനിമയുടെ റിലീസിൻ്റെ സമയത്താണ് വരുന്നത്. അന്ന് ഞങ്ങൾക്ക് ബ്ലെസ്സി സാറിൻ്റെ വീട് വരുന്നത് പോകണമായിരുന്നു. ഫസ്റ്റ് വിഘ്നേഷിൻ്റെ എൻട്രി തന്നെ ആടുജീവിതത്തിൻ്റെ റിലീസ്, ബ്ലെസ്സി സാറിൻ്റെ വീട് അവിടെ തുടങ്ങിയതാണ്. അതിനുശേഷം ഒരു പടത്തിന് ഞങ്ങൾ പോയിട്ടില്ല. ബിക്കോസ് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളല്ല. ക്ലാസ്സിന് വേണ്ടി സിനിമയില്ലേ, അതിനുവേണ്ടി ഞാൻ വീട്ടിലിരുന്ന് കാണും, OTT ഇരുന്ന് കാണും. അങ്ങനെ കണ്ട് ആ ക്ലിപ്പിംഗ് മാത്രം, ഞാൻ സിനിമ കാണുന്നേ ഇല്ല. കഴിഞ്ഞ വർഷം വിഘ്നേഷ് കരഞ്ഞു പറഞ്ഞിട്ട് അവസാനം ഗോളം എന്ന് പറഞ്ഞൊരു പടം കാണിക്കാൻ വേണ്ടി ഞാൻ പോയി. കഴിഞ്ഞ കൊല്ലം ആകെപ്പാടെ 2 പടം പോയിട്ടുള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യം, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും എന്നും വിചാരിച്ചുകൊണ്ട് ചാടിപ്പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അകത്ത് ചെല്ലുമ്പോഴായിരിക്കും അതങ്ങനെയല്ല എന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ സൗന്ദര്യം കണ്ടുകൊണ്ട് ഇവളോടൊപ്പം ജീവിച്ചാൽ ലാവിഷായിരിക്കും, സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചാൽ പെടും ചിലപ്പോൾ. കാരണം പുറത്തുനിന്ന് കാണുന്ന ആയിരിക്കത്തില്ല, അകത്ത് അതെന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. പുറത്ത് പോയില്ലെങ്കിൽ ഹാപ്പി അല്ലേ നിധി? സിനിമ കണ്ടില്ലെങ്കിൽ ഹാപ്പി അല്ലേ വിഘ്നേഷേ? മതി, എനിക്കത് കേട്ടാ മതി.